2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇതിനകം വിജയിച്ചു കഴിഞ്ഞു എന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ജൂൺ 8 നടന്ന ഇന്ത്യ സഖ്യകക്ഷി യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ഹിന്ദി പരിഭാഷ പങ്കുവച്ചുകൊണ്ടാണ് ഇതേ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തോറ്റിട്ടില്ലെന്നും ബി.ജെ.പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെന്നും എൻ.ഡി.എ മുന്നണിയുടെ ബലത്തിലാണ് അവർ അധികാരത്തിലെത്തിയത് എന്നും, എന്നാൽ ജനങ്ങളുടെ രോക്ഷം പാരമ്യത്തിൽ എത്തി നിൽക്കുന്നതിനാൽ 2029 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഇതിനകം വിജയിച്ചു കഴിഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം. രാജ്യത്തിന്റെ ആത്മാവും ചിന്തയും പ്രതിസന്ധി നേരിടുമ്പോൾ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുമ്പോൾ ഒറ്റക്കെട്ടായുള്ള ചെറുത്തുനിൽപ്പ് മാത്രമാണ് ഫലപ്രദമെന്നും ബി.ജെ.പിയെ ഒറ്റക്കെട്ടായി നിന്ന് തോൽപ്പിക്കുമെന്നും രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തിരികെ പിടിക്കുമെന്നും രാഹുൽ രാജീവ് പറഞ്ഞുവെക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നതാണ് നിലവിലെ പ്രധാന വെല്ലുവിളിയെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എങ്കിലും ഭിന്നതകൾ മറന്ന് പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ ജനങ്ങൾ വിജയം ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി ഊന്നി പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ പാർട്ടികൾക്കിടയിൽ ഏകോപനമില്ലെന്ന വാദങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്നു. യോഗത്തിൽ DMK, ആം ആദ്മി പാർട്ടി തുടങ്ങിയവർ പങ്കെടുക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി നടത്തുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ വരുമ്പോൾ ഈ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി ഒപ്പമുണ്ടാകുമെന്ന് രാഹുൽ രാജീവ് ഉറപ്പു നൽകുന്നു. സഹപ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കുറിപ്പിടുന്നത് എന്നും എക്സിലൂടെയുള്ള പോസ്റ്റിൽ രാഹുൽ രാജീവ് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുന്ന നാട്ടുകാർ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ: ഇത്രയും കാലം അരവട്ട് മാത്രമുണ്ടായിരുന്ന രാഹുൽ രാജീവിനിപ്പോൾ മുഴുവട്ടാണോ എന്നാണ് ആ ചോദ്യം.